കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ, നമ്മളുടെ ശരീരത്തിൽ 2 തരം എനർജി ഉണ്ടെന്ന് ഓൾറെഡി പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവൈൻ മസ്കുലിൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി. ഇനി ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജിയിലെ തന്നെ 2 ഭാഗങ്ങളാണ് ഡാർക്ക് ഫെമിനിൻ എനർജിയും ഡിവൈൻ ഫെമിനിൻ എനർജിയും. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ആ ഒരു എനർജിയിലേക്ക് നമ്മൾ വളരെ അധികം ടാപ്പ് ചെയ്ത് കയറുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്ത് നിർത്തുമ്പോൾ നമ്മളുടെ ജീവിതം എങ്ങനെയാണ് വളരെ മാജിക്കലായിട്ടൊക്കെ മാറി മറിയുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും നല്ല മോട്ടിവേഷനും നല്ല സജഷനും നല്ല സ്നേഹവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ എനർജി ലെവലിൻ്റെ ഒരു ഭാഗമാണ്. അത് ഡിവിനിറ്റിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ നമുക്ക് ഒരു ഘട്ടത്തിൻ്റെ, ഒരു കാലഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒക്കെ എത്തുമ്പോൾ ഒരു തിരിച്ചറിവൊക്കെ കിട്ടി കുറേ ആളുകൾ അവരുടെ ലൈഫ് പർപ്പസിലേക്ക് എല്ലാവർക്കും ലൈഫ് പർപ്പസ് ഉണ്ടെങ്കിലും കുറേ ആളുകൾ മാത്രം അതിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മളുടെ ശരീരത്തിൽ 2 എനർജി ലെവലുണ്ടെന്നും അത് ഡിവൈൻ മസ്കുലിൻ എനർജിയും ഡിവൈൻ ഫെമിനിൻ എനർജിയും ആണെന്നുള്ള തിരിച്ചറിവും, അതിൽ ആ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അത് 2 പാർട്ടുണ്ട്. അതായത് ഡാർക്ക് ഫെമിനിൻ എനർജിയും പിന്നെ ഉള്ളത് വൈറ്റ് ഫെമിനിൻ എനർജി അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് ഉയർന്നു വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഡാർക്ക് ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ദുർഗാദേവി അല്ലെങ്കിൽ മഹാകാളി എന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തി, ലോകമാതാവിനെ ആ ഒരു രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആണ്, അല്ലെങ്കിൽ വളരെ ഒരു സെഡ്യൂസീവ് ടൈപ്പ്, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ആർക്കും വലിയ രീതിയിൽ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു എനർജിയിലേക്ക് കയറുമ്പോൾ അവർ അവൈലബിൾ ആവില്ല. അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ചുറ്റിനുമുള്ള ആളുകളുടെ മനസ്സിലെല്ലാം എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ വളരെ സെൻഷ്വലാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മദർ എർത്തുമായിട്ട് വളരെയധികം ആ ഒരു വൈബ്രേഷനുമായിട്ട് എപ്പോഴും വളരെ ആ ഒരു സെൻസിങ് സിസ്റ്റം, അല്ലെങ്കിൽ സെൻസ് ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കുന്നത് കൊണ്ട് അവർക്ക് ഭൂമിയിലുള്ള മൃഗങ്ങളും പക്ഷിമൃഗാദികളും അല്ലെങ്കിൽ മനുഷ്യരും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻസിഡൻസും ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ടും അതിനനുസരിച്ച് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി കുറേ ആപത്തുകളെയൊക്കെ ഒന്ന് മാറ്റി നിർത്താനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പല ഡയമെൻഷനിലേക്ക് യാത്ര ചെയ്യാനും ഒക്കെ അവർക്ക് സഹായിക്കും, അല്ലെങ്കിൽ അവർക്ക് കഴിയും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡാർക്ക് ഫെമിനിൻ എനർജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയാം. എത്ര തരത്തിലുള്ള പല എനർജി ലെവലിലുള്ള ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകൾ അവരുടെ മുന്നിലെത്തി എല്ലാ തരത്തിലും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ഇമോഷണൽ ഫ്രീഡം അവർക്ക് കിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അവർക്ക് കിട്ടിക്കൊണ്ട് ആരെയാണ് അവരുടെ ജീവിതത്തിലേക്ക് കയറ്റേണ്ടതെന്നും സ്വീകരിക്കേണ്ടതെന്നും ബാക്കി എല്ലാവരെയും എത്ര ദൂരത്തിലേക്കാണ് അവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്തേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുകയും അതിനനുസരിച്ച് അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും അവരുടെ ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്ത് പോകാത്ത രീതിയിൽ ഓരോ സിറ്റുവേഷനെയും വളരെ ടാക്കിൾ ചെയ്ത് ഇമോഷൻസിനെ താഴ്ത്തി വെച്ച് ഇൻ്റലിജൻസ് ഉയർത്തിക്കൊണ്ട് ഓരോ സിറ്റുവേഷനെയും വളരെ ടാക്ടിക്സ് എല്ലാം അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു ഡാർക്ക് ഫെമിനിൻ എനർജി സഹായിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഭയം എന്ന് പറയുന്ന ഒന്നില്ല. ജീവിതം എന്ന് പറയുന്ന വളരെ അമേസിംഗ് ആയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ അത് യൂട്ടിലൈസ് ചെയ്യും. കാരണം പ്രപഞ്ചശക്തി എന്താണെന്നുള്ള തിരിച്ചറിവും അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം എന്താണെന്നുള്ള തിരിച്ചറിവും അതിലേക്ക് അവരെ തന്നെ സറണ്ടർ ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്നത് കൊണ്ട്
എന്ത് വന്നാലും ആ ഒരു ഈശ്വരീയ ചൈതന്യം, പ്രപഞ്ചശക്തി നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു ശക്തി നോക്കിക്കോളും എന്നുള്ള രീതിയിൽ ഭയമെന്ന് പറയുന്ന ഒന്നില്ല. ജീവിതത്തിലെ വേറൊരു കാഴ്ചപ്പാടിലൂടെയൊക്കെ നോക്കിക്കാണാനായിട്ട് അവരെ കൊണ്ട് സഹായിക്കും. അവർ വളരെ പവർഫുള്ളാണ്, വളരെ പോസിറ്റീവാണ്. എത്ര വലിയ നെഗറ്റീവ് സിറ്റുവേഷൻസ്, എത്ര ബിട്രയൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈഗോ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുത്താലും അതിനെല്ലാം ഒരു പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട്, യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് അതിലെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാനും നടന്നു നീങ്ങാനും ഉള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു പവർ, അല്ലെങ്കിൽ സോൾ ലെവലിലുള്ള ഒരു പവർ അവർക്ക് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ട്രാൻസ്ഫോർമേഷണലാണ്. അതായത് ഒരു ഓൾഡ് വെർഷനിൽ നിന്ന് ഒരു കാലഘട്ടം വരെ അവർ ഏത് രീതിയിൽ ജീവിച്ചോ ആ ഒരു ജീവിതത്തിൽ നിന്ന് പല പല അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിത പാഠങ്ങൾ, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്, അല്ലെങ്കിൽ അസെൻഷൻ, അല്ലെങ്കിൽ സോളിൻ്റെ ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു സോളിൻ്റെ ആ ഒരു ഗ്രോത്തും ഇവോൾവിങ്ങും ആ ഒരു എനർജിയുടെ ഷിഫ്റ്റിങ്ങും ഒക്കെ കാരണം അവർക്ക് മൊത്തത്തിൽ അവരുടെ ആ ഓൾഡ് വേർഷനെ മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് ഒരു ന്യൂ വേർഷൻ, ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയൊക്കെയായി മാറാനായിട്ട്, വളരെ ട്രാൻസ്ഫോർമേഷനിലായിട്ട് മറിയാൻ അല്ലെങ്കിൽ മാറി പോകാൻ അല്ലെങ്കിൽ മാറി വരാൻ ഒക്കെ ആ ഒരു ഡാർക്ക് ഫെമിനിൻ എനർജി വളരെയധികം ഹൈ വൈബ്രേഷനിലേക്ക് ടാപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത്രയും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മുന്നിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ പാഷൻ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഉയർന്നു നിന്നുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു എനർജിയിലേക്ക് ടാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളുടെ കുറച്ച് സമയം നമ്മൾ നേച്ചറിൽ സ്പെൻഡ് ചെയ്യുക. ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. മണ്ണിനെ തൊട്ട് സ്പർശിച്ച് ആ ഒരു രീതിയിൽ വളരെ സറണ്ടറിങ് മോഡിൽ നിൽക്കുക. അല്ലെങ്കിൽ ചെരുപ്പിടാതെ ഭൂമിയിൽ അല്ലെങ്കിൽ വെളിയിൽ പൂന്തോട്ടത്തിലോ മുറ്റത്തോ ഒക്കെ നമ്മൾ നടക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മളുടെ ആ ഒരു ഡാർക്ക് ഫെമിനിൻ എനർജിയിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ദുർഗാദേവി അല്ലെങ്കിൽ മഹാകാളിയമ്മ, ആ ഒരു രീതിയിൽ ആ ഒരു ഡയറ്റിയുടെ മന്ത്രങ്ങൾ എപ്പോഴും നമ്മൾ ചാൻറ്റ് ചെയ്താലും ആ ഒരു ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും പൂജിക്കുകയും ബഹുമാനിക്കുകയും എപ്പോഴും ആ ഒരു ശക്തിയെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയും നമ്മളിലുള്ള ഡാർക്ക് ഫെമിനിൻ എനർജിയെ ഉയർത്താനായിട്ട് നമുക്ക് സഹായിക്കും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിങ് ചെയ്യുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുന്നത് പോലെ നമ്മൾ ആ ഒരു ശക്തിയിൽ മഹാകാളിയമ്മ അല്ലെങ്കിൽ ദുർഗാദേവി അത്തരത്തിലുള്ള ഗോഡസിനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ജേർണലിങ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ന്യൂ മൂൺ റിച്വൽസ് ഉണ്ട്. അതായത് ന്യൂ മൂൺ വരുന്ന സമയത്ത് ഉള്ള റിച്വൽസ് ആയിട്ടുള്ള നമ്മളുടെ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ആ ഒരു വേണ്ടാത്ത ദുഷിച്ച ആ ഒരു എനർജിയെല്ലാം നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് പോലെ വീട് മുഴുവനും പുകയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹീലിംഗ് വർക്ക് ചെയ്യുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളിൽ തന്നെ ഹീലിംഗ് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മൂൺ ഫേസ് വരുന്ന സമയത്ത് വ്രതം എടുക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ രാത്രി ചന്ദ്രഭഗവാനെ നോക്കുക. അല്ലെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ന്യൂ മൂൺ എനർജി വരുന്ന സമയത്ത് നമ്മളുടെ വേദനകളെല്ലാം പേപ്പറിൽ എഴുതി നമ്മൾ കത്തിച്ച് കളഞ്ഞ് പൂർണ്ണമായിട്ടും ആ ഒരു ശക്തിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇമോഷൻസിൻ്റെ കാര്യത്തിൽ ഇമോഷൻസിനെ പ്രതിദാനം ചെയ്യുന്ന ദേവനാണ് ചന്ദ്രഭഗവാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ച്, അല്ലെങ്കിൽ അൽത്താര പോലെയുള്ള അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെയായാലും ആ ഒരു ന്യൂ മൂൺ റിച്വൽസ് പാലിച്ചുകൊണ്ട് നമ്മുടെ ഡാർക്ക് ഫെമിനിൻ എനർജിയെ ഉയർത്താനായിട്ടൊക്കെ സഹായിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ ഉയരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്, അല്ലെങ്കിൽ സെൽഫ് ആക്സെപ്റ്റൻസ്. ഞാൻ ആരാണ്, സെൽഫ് ഡിസ്കവറി ഒക്കെ വെച്ചിട്ട് ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്, എനിക്ക് എത്രത്തോളം മൂല്യമാണ് ഞാൻ തന്നെ കൊടുക്കേണ്ടത്, ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ ഞാനാണ് ഈ ഭൂമിയിലെന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ തന്നെ ഉയർത്തി ഏറ്റവും മുൻപന്തിയിലേക്ക് പുഷ് ചെയ്ത് നിർത്താനായിട്ട് നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നിലേക്ക് നിർത്തുമ്പോൾ നമുക്ക് എല്ലാവരോടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും
അവരുടേതായിട്ടുള്ള യാതൊരു ടാക്ടിക്സിലേക്കും മാനിപ്പുലേഷൻസിലേക്കും ഒന്നും നമ്മൾ വീണു പോകാതെ നമ്മൾ വളരെ സ്റ്റാൻഡ് ആൻഡ് സ്റ്റിൽ പൊസിഷനിൽ നിൽക്കാനും ആ ഒരു രീതിയിൽ ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ആരെയും നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കയറ്റണം ഏതെങ്കിലും രീതിയിൽ, അങ്ങനെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലും നമുക്ക് കൃത്യമായി നമ്മൾക്ക് വേണ്ട വ്യക്തികളെ മാത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കുകയും ബാക്കി എല്ലാവരെയും ഒരു സ്പേസ് കൊടുത്ത് ദൂരെ മാറ്റി നിർത്താനായിട്ടൊക്കെയുള്ള മനസ്സിൻ്റെ ആ ഒരു ശേഷി നമുക്ക് ഉയർന്നു വരാനൊക്കെ ആ ഒരു ഡാർക്ക് ഫെമിനിൻ എനർജിയിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാവും. ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിൽ ഫെമിനിൻ എനർജിയുടെ തന്നെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ നർച്ചറിങ് അല്ലെങ്കിൽ ഒരു മദർലി നേച്ചറിൽ നമുക്ക് ചുറ്റിനുമുള്ളവരെല്ലാം കാണാനുള്ള നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ, അൺകണ്ടീഷണൽ ലവ് എങ്ങനെ ഹ്യൂമാനിറ്റിയിലേക്ക് ചുറ്റിനുമുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻ വളരെയധികം ഷാർപ്പാക്കിക്കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, ചുറ്റിന് നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റിന് ആളുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരിലൂടെയൊക്കെ വരുന്ന ആ ഒരു എനർജി വെച്ചിട്ട് അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങൾ വായിച്ചെടുക്കുകയും അങ്ങനെ വളരെ ഇൻഡ്യൂട്ടീവായിട്ട് നമ്മുടെ സോൾ ലെവലിൽ സംസാരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ തരുന്നത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും ടാക്ടിക്സ് അപ്ലൈ ചെയ്ത് നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കുന്ന ആ ഒരു രീതി. പിന്നെ ഈ പറയുന്നത് പോലെ വളരെ കമ്പാഷനേറ്റ് അൺകണ്ടീഷണൽ ലവിൻ്റെ ആ ഒരു രീതിയിൽ ഒരു നോംസ് ആൻഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവരും ചുറ്റിന് നിൽക്കുന്ന ആളുകൾ ഞാൻ എത്രത്തോളം അങ്ങോട്ട് എൻ്റെ എനർജി, എൻ്റെ സമയം, എൻ്റെ പണം അല്ലെങ്കിൽ ധനം, എൻ്റെ ആ ഒരു വിസ്ഡം, ആ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആ ഒരു ഉപദേശം, ഹെൽപ്പ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവരിൽ നിന്നും അതെല്ലാം എനിക്ക് തിരിച്ചതുപോലെ വേണമെന്നുള്ള ആ ഒരു ചിന്താഗതി ഒന്നുമില്ലാതെ നമ്മളുടെ ചുറ്റിന് നിൽക്കുന്ന ആളുകൾക്ക് ഈശ്വരൻ്റെ ആ ഒരു നാമത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യണോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിൽ കൊടുക്കുക, തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ജീവിതത്തിൽ നമ്മൾ ലിവിങ് വിതൗട്ട് എനി എക്സ്പെക്റ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ മുന്നിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫൊർഗീവിങ് നേച്ചർ. നമ്മളോട് ആരെന്ത് തെറ്റ് ചെയ്താലും, നേരത്തെ പാസ്റ്റിൽ എത്ര ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും ചുറ്റിന് നിൽക്കുന്ന ആളുകൾ എന്തെല്ലാം ചെയ്താലും നമ്മളുടെ ഈഗോയ്ക്ക് വളരെയധികം ഡെത്ത് സംഭവിച്ചുകൊണ്ട് അതൊന്നും നമ്മളുടെ ഹാർട്ട് സ്പേസിലേക്ക് എടുക്കാതെ അവരുടെ എല്ലാം ഫൊർഗീവ്നെസ് കൊടുത്ത് എല്ലാം പ്രപഞ്ചശക്തിയിലേക്ക് അർപ്പിച്ച് അവർക്കെല്ലാം ക്ഷമ കൊടുത്തും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമ ചോദിച്ചും ഒക്കെ ആ ഒരു സിറ്റുവേഷനെല്ലാം ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു സോൾ ലെവലിലുള്ള നമ്മളുടെ ആ ഒരു ചിന്താഗതി. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മാഗ്നറ്റിക്കാണ്. നമ്മളുടെ എനർജി എന്ന് പറയുന്നത് വളരെ മാഗ്നറ്റിക് ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മളുടെ ആ ഒരു എനർജിയിലേക്ക് ഒരു അട്രാക്ഷൻ വരികയും എല്ലാവർക്കും നമ്മളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആ ഒരു രീതിയിൽ നമ്മളുടെ എനർജി കുറേ അവർക്കും കൂടെ ആ ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അവർക്കെല്ലാം ആ ഒരു എനർജി വേണമെന്നുള്ള രീതിയിൽ നമ്മളെ വല്ലാതെ രീതിയിൽ മറ്റുള്ളവർ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിക് പവർ. അതുമാത്രമല്ല മാനിഫെസ്റ്റേഷൻസിൻ്റെയൊക്കെ ആ ഒരു ഉച്ചസ്ഥായി ഭാവത്തിലേക്കൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയിൽ വളരെ ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് നമ്മൾ എന്താഗ്രഹിക്കുന്നോ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടി പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് ആപ്റ്റായിട്ട് ആ ഒരു സമയാസമയം ടൈംലി മാനറിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ വളരെ മാഗ്നറ്റിക് ആവുന്ന ആ ഒരു രീതി. പിന്നെ മറ്റുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് പോലെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തുറന്ന് പറയാനും ആ ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മളിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവുകയും അങ്ങനെ ഒരു കൊളാബറേഷൻ പല ആളുകൾക്ക് നമുക്കറിയാത്ത ആളുകൾ വരെ വന്ന് നമ്മളോട് കാര്യങ്ങൾ തുറന്ന് പറയുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ രീതിയിൽ നമ്മൾ ആ ഒരു എനർജിയിലേക്ക് എത്തുന്നു എന്ന് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം. അതായത് ആരിലും എൻ്റെ എനർജി ഞാൻ കൊടുക്കുന്നില്ല, ആരുടെയും എനർജി എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഡോമിനേറ്റ് ചെയ്യാനോ ഒരു അറ്റാച്ച്മെൻറ്റ് അഡിക്ഷൻസ് ആ ഒരു രീതിയിൽ എന്നിൽ തന്നെ അവരുടെ എല്ലാം എനർജി ഫിക്സ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് എൻ്റേതാണെന്നുള്ള പൊസസീവ്നെസ്സിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി ഒന്നുമില്ലാതെ ഇമോഷണലി വളരെ ഫ്രീഡം എല്ലാത്തിനും കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ മാത്രം
ഫോക്കസ് ചെയ്ത് എൻ്റെ മാത്രം കാര്യത്തിൽ വളരെ പൊസസീവായി എൻ്റെ എനർജി യാതൊന്നിലേക്കും ഡ്രെയിൻ ചെയ്യാത്ത രീതിയിൽ എല്ലാത്തിനോടും ബൗണ്ടറി സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഈശ്വരനുമായിട്ട്, പ്രപഞ്ചശക്തിയുമായിട്ട്, ഡിവൈൻ ഫോഴ്സസുമായിട്ടൊക്കെ എപ്പോഴും നമുക്കൊരു കണക്ഷൻ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ഉണ്ടാവുക. അങ്ങനെ ഒരു സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പോകുമ്പോൾ സയൻസ് ആൻഡ് സിൻക്രണസിറ്റീസ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലൊരു എന്തെങ്കിലും ഒരു ജേർണൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുമ്പോൾ എന്താണ് അവിടെ പ്രപഞ്ചശക്തി നമുക്ക് തരുന്ന അറിവ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആ ഒരു രീതിയിൽ നമുക്ക് പല ഡയമെൻഷനിലേക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നമ്മൾ ആ ഒരു വൈബ്രേഷൻ ലെവലിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ശരീരം, മനസ്സ്, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളുണ്ടെങ്കിലും ഇവിടെയെല്ലാം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് ഡിവൈൻ മസ്കുലിൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി, അതിൻ്റെ തന്നെ വകഭേദമായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ഫെമിനിൻ എനർജിയുടെ ഈ എനർജികളെല്ലാം വളരെയധികം ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട്, എന്നാൽ ഈ ഫിസിക്കൽ വേൾഡിൽ 3 ഡയമെൻഷനിൽ ലോ വൈബ്രേഷനിലുള്ള ആളുകളും അല്ലെങ്കിൽ സാധാരണ സൊസൈറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ നമുക്ക് യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ടും ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും അതൊന്നും നമ്മളെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ നമ്മളുടെ എനർജി എപ്പോഴും വളരെ ബാലൻസ് ചെയ്ത് വളരെ പീസ്ഫുള്ളി ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, മൈൻഡ്ഫുൾനെസ്, നമ്മൾ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ഓവർ തിങ്കിങ് അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുക, സ്ട്രെസ്, സ്ട്രെയിൻ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ലാതെ ഒന്നും നമ്മളിലേക്ക് ഇങ്ങനെ പൊസസീവായിട്ട് എൻ്റേതാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മളുടെ ആ ഒരു കൈപ്പിടി ഇങ്ങനെ ഒതുക്കി വയ്ക്കാതെ അഡിക്ഷൻസ്, അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം റിലീസ് ചെയ്തുകൊണ്ട് എല്ലാം പ്രപഞ്ചശക്തിയാണ്, ഈശ്വരീയ ചൈതന്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, ക്രിയേഷനാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ എല്ലാത്തിനെയും നമ്മൾ റിലീസ് ചെയ്തിട്ട് അപ്പോൾ ഉള്ള കാര്യങ്ങളിൽ മാത്രം വളരെ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ മൈൻഡ്ഫുള്ളായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിങ് ചെയ്യുക. ജീവിതത്തിൽ അല്ലെങ്കിൽ ദിവസത്തിൽ ഓരോരോ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ വീണു പോയോ, അതോ അതിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചോ, അല്ലെങ്കിൽ വീഴാതെ മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രപഞ്ചശക്തി എന്നെ സഹായിച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ജേർണലിങ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ നമ്മളുടെ ഉള്ളിൽ ആ ഒരു അടിഞ്ഞുകൂടി അല്ലെങ്കിൽ മാറാല പിടിച്ച് കിടക്കുന്ന നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇൻബൗണ്ട് ആയിട്ടുള്ള ടാലൻറ്റ്, പാട്ട് പാടുന്നതാവാം, പെയിൻറ്റിങ് ആവാം, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പോലെ സ്പീച്ച് നടത്തുന്നതാവാം, അല്ലെങ്കിൽ കോച്ചിങ് നടത്തുന്നതാവാം, അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റീസ് ഒക്കെ കിട്ടിയിട്ട് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ പുതിയ തലങ്ങളിലേക്ക് നടന്ന് കയറുന്നതാവാം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, അങ്ങനത്തെ എന്തായാലും അതിലേക്ക് നിങ്ങളെ ടാപ്പ് ചെയ്ത് അതിലൂടെ നിങ്ങൾ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ ഉയരാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ ആ ഒരു എനർജി വൈബ് ഉയരുമ്പോൾ നമ്മളെ സഹായിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് ആ ഒരു സങ്കടക്കടലിൽ സ്റ്റാഗ്നൻ്റായി നിൽക്കുന്ന പല ആളുകളെയും നമ്മൾ മോട്ടിവേഷനൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളുടെ ആ ഒരു ജേർണി അല്ലെങ്കിൽ നമ്മളുടെ ഒരു എനർജി അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മറ്റുള്ളവരെയും കൂടെ സഹായിച്ച് ആ ഒരു സെർവിങ് ദ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിലേക്കൊക്കെ മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് ടാപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിലേക്ക് വന്നതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സെൽഫ് കെയർ കൊടുക്കുക. ഞാൻ അപ്പുറത്ത് ഡാർക്ക് ഫെമിനിൻ എനർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ സെൽഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു സെൽഫ് കെയർ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾക്ക് വേണ്ടിയിട്ട്, പല ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നമ്മളുടെ എനർജി പല രീതിയിലും ഇങ്ങനെ ഡ്രെയിനായി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസും വാർത്തകളും വ്യക്തികളും ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് എനർജി ഒരിക്കലും ഡിസ്റ്റോർട്ടഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു
ബാത്തിങ് നടത്തുമ്പോൾ എസൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉപയോഗിച്ച് ബാത്തിങ് നടത്തുക. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽസ് വളരെ എനർജറ്റിക് ആയിട്ട് ചാർജ് ചെയ്ത് അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വസിക്കുന്ന ശക്തിയുടെ മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതെപ്പോഴും ചാറ്റ് ചെയ്യുക. അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിനോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് എപ്പോഴും നമുക്ക് വളരെ ടാപ്പ് ചെയ്ത് ഉയർന്നു നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയുമായിട്ട് നമ്മളുടെ ചുറ്റിനും മുറ്റത്ത് പൂന്തോട്ടത്തിലൊക്കെ പോയി ചെടികളുമായിട്ടൊക്കെ സംസാരിച്ച് മണ്ണിനെ ഒന്ന് തൊട്ടറിഞ്ഞ് നമ്മൾ ചെരുപ്പില്ലാതെയൊക്കെ നടക്കുക. അങ്ങനെ നമ്മൾ വളരെയധികം സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് പ്രപഞ്ചശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുൾ ആവുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വളരെ ബാലൻസ്ഡ് ആവും, വളരെ പീസ്ഫുൾ ആവും. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനർജിയും ആളുകളും ഒന്നും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഉയർത്തി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എനർജിയിലുള്ള ഒരു ഡോമിനേഷൻ, അതായത് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി അല്ലെങ്കിൽ ഡാർക്ക് ഫെമിനിൻ എനർജി, ഡിവൈൻ മസ്കുലിൻ എനർജി ആ ഒരു രീതിയിൽ ഒക്കെ വളരെ ഹൈ ആയി നിൽക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവരുടെ എനർജിയെ നമുക്ക് അത് വളരെ താഴ്ത്തി നിർത്തിക്കൊണ്ടെന്ന് വെച്ച് അവരോട് ഇറസ്പെക്റ്റീവായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ എനർജി വളരെ ഡോമിനേറ്റ് ചെയ്ത് ഉയർന്നു നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളിലേക്ക് വരുമ്പോൾ അവർ നമ്മളുമായിട്ട് എനർജി ഒരിക്കലും സിങ്ക് ആവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിയലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ പെട്ടെന്ന് മാറിപ്പോകാനായിട്ടും നമ്മളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുക. പിന്നെ ആ ഒരു ഫെമിനിൻ എനർജി ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്തും നമ്മളിലുള്ള ആ ഒരു മസ്കുലിൻ എനർജിയെ വളരെ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് സ്വിച്ച് ഓൺ ഓഫ് പൊസിഷനിൽ വരുന്നത് പോലെ നമ്മളുടെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഡിവൈൻ മസ്കുലിൻ എനർജിയിലേക്കും പിന്നെ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്കും ഇങ്ങനെ ട്യൂൺ ചെയ്ത് നമ്മളുടെ ശരീരത്തിലെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ബാലൻസ് ചെയ്ത് എപ്പോഴും അതങ്ങനെ തന്നെ സ്റ്റേബിളായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ശരീരത്തിൽ ഉള്ള ആ ഒരു ഫെമിനിൻ എനർജി, അതായത് ഇനി മസ്കുലിൻ എനർജിയുടെ ഒരു വീഡിയോ പിന്നെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫെമിനിൻ എനർജിയുടെ തന്നെ രണ്ട് രീതിയിലുള്ള എനർജിയെ നമ്മൾ ടാപ്പ് ചെയ്ത് ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഒരു രീതിയിലേക്ക് നിന്നാൽ നമുക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹിഡൻ അജണ്ട എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആരുടെയും ചൂഷണത്തിനോ അല്ലെങ്കിൽ കുറ്റം പറച്ചിലിനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഗെയിം പ്ലേക്കോ മാനിപ്പുലേഷൻസിലോ ഒന്നും നമ്മൾ വീണു പോകാതെ നല്ല ഡിസിഷൻ എടുത്ത് ആരെയൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഉള്ളിലേക്ക് കയറ്റി കൂടെ നിർത്തണം, ആരെ നമ്മൾ മാറ്റി നിർത്തണമെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കട്ട് ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ചൊരു പേഴ്സണൽ സ്പേസ് കൊടുത്ത് നമ്മളുടെ എനർജി ഒരിക്കലും ഡ്രെയിനായി പോകാത്ത രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കുമ്പോൾ അവിടെ മഹാകാളിയമ്മ അല്ലെങ്കിൽ ദുർഗാദേവിയമ്മ ആ ഒരു അമ്മയുടെ ആ ഒരു എനർജി നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും കുടിയിരിക്കുമ്പോൾ വി ആർ അൺസ്റ്റോപ്പബിൾ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ആ ഒരു ജേർണിയിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.